ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് കരച്ചിലാണ്. കുറെ സമയം ബാത്റൂമിൽ കാറിൽ പിടിച്ച് ഞാൻ നിന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫുള്ള് ഷോക്കായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഷോക്കായി. എന്നിട്ട് ഞാനൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിക്കും തന്നെയാണ്. എന്നിട്ട് ഞാൻ നല്ലോണം എടുത്ത് ഇങ്ങനെയൊക്കെ നോക്കി. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് പറഞ്ഞ പോലെ തമ്മിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ പ്രഗ്നൻസി സ്റ്റോറിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ പറഞ്ഞ ലൈക്ക് കൂടി ചെയ്തേക്കണേ. വീഡിയോ കണ്ടു നോക്കാം. ജനുവരി ഒരു സെക്കൻഡ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കന്നെ ഏട്ടൻ UK പോകണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്തൊരു പിന്നെ ഏട്ടൻ എടുക്കുന്ന ഇത് ആലോചിച്ചിട്ട് തന്നെ ഇവന് ടെൻഷൻ ആവുമൊന്നും വേണ്ട. കാരണം നവംബറിൽ പോസിറ്റീവ് ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞാൻ വിട്ടേക്കാണ്, ചിന്തിക്കണ്ട, ആവുമ്പോഴാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ ഡിസംബറിലാണെന്ന് തോന്നുന്നു കല്യാണം കഴിഞ്ഞ് കല്യാണ തിരക്കെല്ലാം കഴിഞ്ഞ് നമ്മള് ബാംഗ്ലൂരേക്ക് പോയി. അത് പോയത് ട്രിപ്പൊന്നും അല്ല കേട്ടാ, നമ്മള് ഏട്ടന്റെ ഒരു വിസേന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് UK വിസയുടെ ഇന്റർവ്യൂ ആയിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഭർത്താക്കന്മാര് പോകുമ്പോൾ നമ്മൾ ചടിക്കറി പോവല്ലോ, അതാണല്ലോ അതിന്റെ ഒരു കീഴ്വഴക്കം. അപ്പൊ ഞാനും എന്നെ പെട്ടിയും പണ്ടും കെട്ടും കിടക്കയിൽ എടുത്തിട്ട് ഞാനും ഒപ്പരം പുറപ്പെട്ടെ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, നമ്മളെ പീരീഡ്സ് ആവേണ്ട ഡേറ്റ് എത്തി. അപ്പോഴും നമ്മളങ്ങനെ വലിയ എക്സ്പെക്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു ഞാൻ എന്റെ അമ്മേന്റെ വീട്ടിലേക്ക് പോയി. ഇരിണാവാണ് അമ്മേന്റെ വീട്, അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഈ പാഡെല്ലാം എടുത്തിട്ടാ പോകുന്നത്. അവിടെ നിന്നെല്ലാം ആയിട്ടുണ്ടെങ്കിൽ വയസ്സായ അമ്മമ്മയിലുള്ളത്. അപ്പം അവരെല്ലാം ഭയങ്കര ചിട്ടയോടെ നോക്കുന്നതല്ലേ. അപ്പൊ അങ്ങോട്ടേക്ക് പോയി. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അമ്മമ്മയും മാമനും മാത്രമേ ഉള്ളൂ. അപ്പൊ ഫുഡിന്റെ കാര്യം, ഫുഡ് പ്രിപ്പയറിംഗ് എല്ലാം ഞാനാ. ഇയാള് പിന്നെ ഉച്ച കൂടിയിട്ട് ക്ലാസ്സിനിരിക്കും. അപ്പൊ ക്ലാസ്സിന് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇപ്പോഴും ഓർമ്മ, ഞാൻ ആ ദിവസം സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു. നമുക്ക് വറുത്തരച്ചിട്ടാ സാമ്പാർ വെക്കുക, പൊടിയിട്ട് സാമ്പാറൊന്നും വെക്കൂല. സാമ്പാർ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. എണീക്കുമ്പോൾ തൊട്ടിട്ട് എനിക്ക് ലൂസ് മോഷൻ ആയിരുന്നു. അപ്പൊ ലൂസ് മോഷൻ, നമുക്ക് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അമ്മമ്മക്കൂട്ട് അപ്പോഴെനിക്കിങ്ങനെ പീരീഡ്സ് ആവുന്ന പോലെ, പീരീഡ്സ് എല്ലാവർക്കും അറിയായിരിക്കും, ഗേൾസിനൊക്കെ അറിയായിരിക്കും ആ ടൈമിലൊരു വേദന. ആ ഒരു വേദനയും എനിക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോ ഞാനെന്ത് ചെയ്തു, ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നാലും കഴിയാണ്ട് ഫുള്ള് എന്തെങ്കിലും ആയിട്ട് ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കേണ്ടത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കോംബോ ആണ് സാമ്പാർ, തൈര്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, അമ്മമ്മ ഉണ്ടാക്കുന്ന തൈരായിരുന്നു. സാമ്പാർ, തൈര്, പപ്പടം. ഇതുണ്ടെങ്കിൽ പിന്നെ ഞാൻ എത്ര ചോറൊന്നും എനിക്ക് തന്നെ അറിയൂല. അപ്പൊ ഞാൻ സാമ്പാർ ഉണ്ടാക്കിയ സ്മെല്ലൊന്നും എനിക്ക് പറ്റുന്നില്ല, ഞാനൊന്നും കഴിക്കുന്നില്ല. പക്ഷെ ലൂസ് മോഷൻ പോകുന്നു. ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ നിന്നിട്ടില്ല. കട്ടൻ ചായയില് ലൈമെല്ലാക്കി കുടിച്ചു. അപ്പൊ ഫുഡ് കഴിക്കാൻ ഇരുന്നതും ഞാൻ എണീറ്റ് ഫുള്ള് ഛർദി. നമുക്കത് ഫുഡ് പറ്റുന്നില്ല. പിന്നെ ഞാൻ ഒരുമാതിരി തൂങ്ങിയ അവസ്ഥ. ഇങ്ങനെ ആരെങ്കിലും എടുത്ത് ഇപ്പറം ഇരിക്കാൻ ഞാൻ ഇരിക്കും, ഇപ്പറം പോയാൽ ഞാൻ ഇപ്പറം ഇരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ശരിക്കും ഞാൻ ആ സമയത്ത് ഭയങ്കര നമ്മൾ ഇത് പക്ഷെ ചിന്തിക്കുന്നേ ഇല്ല. എനക്കാണെങ്കിൽ ഞാൻ കുട്ടി ഇങ്ങനെ പീരീഡ്സ് ആവുന്നു, അതിന്റെ ഒരു ബുദ്ധിമുട്ടാ, വേറെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പറ്റുന്നില്ല, കഴിയുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടൻ്റെ അടുത്ത് പറഞ്ഞ്, വാ നമുക്ക് എന്ത് കഴിഞ്ഞാല് പുറത്തൊന്ന് വെറുതെ വണ്ടി ഓടിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ മാമ നിങ്ങൾക്കല്ലേ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടൻ പറഞ്ഞ അതങ്ങനെ മാമ കുറച്ചിങ്ങനെ പോയി കഴിഞ്ഞാല് ശരിയാവും, ഓള് വണ്ടി എടുത്തോട്ടെ, ഓള് വണ്ടി ഓടിച്ചോട്ടെ കുറച്ച് സമയം, അപ്പോൾ ഓളൊന്ന് ഓക്കെ ആവും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ എനക്ക് എടുക്കാനൊന്നും പറ്റൂല, ഞാൻ ഒപ്പം വരാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സാധാരണ എല്ലാത്തിനും ചാടിക്കേറുന്ന ഞാനാ. അപ്പൊ തന്നെ കുട്ടി കുറച്ച് ടെൻഷൻ ആവാൻ തുടങ്ങി. അല്ലെങ്കിൽ പുറത്ത് പോകുന്നതായിട്ടെങ്കിൽ ഞാൻ പറയില്ല, കീ എടുത്ത് ഞാനാ മുന്നിൽ ഉണ്ടാവുക. പക്ഷെ നമ്മൾ വേണ്ട, നമുക്കിവിടെ ഇരിക്കുക, കഴിയുന്നില്ല എനക്ക് എന്നല്ല. പിന്നെ ഏട്ടന് ചെറിയ ഡൗട്ട് വരാൻ തുടങ്ങി. അങ്ങനെ പോയിട്ട് എന്തായിരുന്നു, നമ്മൾ ചെറുകുന്നിൽ പോയി. ചെറുകുന്നിൽ നിന്ന് 2 കാർഡ് വാങ്ങിച്ച്. 2 കാർഡ് വാങ്ങിച്ച്, ഒന്ന് ഐക്യാന്റെയും ഒന്നൊരു മേക്ക് ഷുവറും. ആരും മേക്ക് ഷുവർ വാങ്ങണ്ട കേട്ടോ, എന്റെ എക്സ്പീരിയൻസിൽ അത് പൊട്ട സാധനം. അപ്പൊ മുത്തുവിന്റെ നിർബന്ധത്തിലാണ് നമ്മള് ടെസ്റ്റ് കാർഡ് വാങ്ങിച്ചത്. അപ്പൊ തന്നെ നമുക്ക് ഡേറ്റ് മിസ്സായിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓവർ എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം നമുക്ക് ടെസ്റ്റ്, അതിന് കോമഡിയാണേ. നമ്മള് ബാംഗ്ലൂരുള്ള സമയത്ത് നമ്മളിങ്ങനെ ഓരോന്ന് ഡിസ്കസ് ചെയ്യുന്ന സമയം, വെറുതെ സംസാരിക്കുന്ന സമയത്ത് എടുത്താണ് ഈ മാസം അഥവാ അങ്ങനെ പ്രഗ്നന്റ് ഒന്നും അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ്, എനക്കാണ് കംപ്ലൈന്റ്, നമുക്ക് ഡോക്ടറെ കാണിക്കാന്നുള്ള ആരല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഓൾറെഡി
ശ്രീചന്ദ്രന് ഫുള്ള് ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആക്കെ ടെൻഷനാണ്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്കാണോ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആകെ ചിന്തിക്കാൻ തുടങ്ങി, ഭഗവാൻ എനിക്കാണോ പ്രശ്നം, എന്തെങ്കിലും ആയി പോയാ എന്നൊക്കെ ഞാൻ ടെൻഷനിലായിരുന്നു. അപ്പൊ അടുത്ത അയൽവാസില്ല, നമുക്ക് വേഗം ഡോക്ടറെ കാണിക്കാം, ഹോസ്പിറ്റലിൽ പോവാന്നെല്ലാം പറഞ്ഞ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യാന്നുള്ള എവിടെയോ കാട് കയറി എത്തി. അപ്പൊ ഞമ്മന്ന് പിന്നെ ഇങ്ങോട്ടേക്കാണ് നമ്മള് എറണാകുളത്തെത്തി. ഇപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ അവിടുന്ന് നമ്മൾ ഇത് വെറുതെ വാങ്ങിക്കണ്ട, എനക്ക് എന്തായാലും വയറുവേദനയും കാര്യങ്ങളെല്ലാം ഉണ്ട്, ഇന്നോ നാളെ ആയിട്ട് ഇതാവും, അപ്പൊ പിന്നെ വെറുതെ അല്ല നീ വാങ്ങിച്ചു വെച്ചോ, വെറുതെ ഒന്ന് നോക്കിക്കോന്ന് പറഞ്ഞു. ഞാൻ വലിയൊരു എക്സൈറ്റ്മെന്റ് ഒന്നുമല്ല, ഞാൻ വാങ്ങിച്ചവിടെ വെച്ച്. കാരണം ഒരു വയറുവേദന ഉള്ളതുകൊണ്ട് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും നമ്മൾ വെച്ചിട്ടുണ്ടായിട്ടില്ല. എന്താ വെച്ച അന്ന് എനിക്ക് ഭയങ്കര ക്ഷീണം. ശരിക്കും പറഞ്ഞാൽ കഞ്ഞിയല്ലാണ്ട് ഞാൻ ഒരു വസ്തു കഴിച്ചിട്ടില്ല. കഞ്ഞിയൊന്നും വരാൻ കുടിക്കാൻ പറ്റുന്നില്ല. സാമ്പാറിന്റെ സ്മെല്ല് അടിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഛർദി വരും. ഛർദിക്കുന്നില്ല, പക്ഷെ ഭയങ്കര ക്ഷീണം. ഇങ്ങനെ ഒരുമാതിരി ഫുള്ള് കിടന്ന പോലെയാ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാനൊരു തോന്നില്ല. അല്ലെങ്കിൽ ഞാൻ മെനക്കെട്ട് വർത്താനം പറയുമ്പോൾ ഞാനൊന്ന് പിന്നെ അടുത്ത് സംസാരിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ ഒരു ഇതില് അല്ലെങ്കിൽ ക്ലാസ്സിൽ നടക്കുന്ന സമയത്ത് ഞാൻ പോയി ചൊറയാക്കാൻ നിൽക്കും, ഒന്നും നിന്നിട്ടില്ല. അപ്പൊ തന്നെ ആൾക്ക് ഡൗട്ട് അടിച്ചെന്ന് തോന്നുന്നു കുറച്ച് രാത്രിയിലായിരുന്നു. എന്നിട്ട് നമ്മള് പിന്നെ ഇതെല്ലാം വാങ്ങി വെച്ച്, കാർഡെല്ലാം വാങ്ങി വെച്ചിട്ട് രാവിലെ ആയപ്പോ എണീറ്റപ്പോ എനിക്ക് തോന്നി, ഫസ്റ്റ് യൂറിൻ ടെസ്റ്റ് ചെയ്യണല്ലോ എന്ന് കരുതി. അപ്പൊ ഞാൻ നോക്കുമ്പോഴായിട്ട് നല്ല ഉറക്കാ. ഞാൻ ബാത്റൂമിൽ പോയി കാർഡ് എടുത്തു. ഐക്യാന്റെ കാർഡാണ് എടുത്തത്. ഐക്യാനും മേക്ക് ഷുവറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഐക്യാന്റെ കാർഡ് എടുത്ത് കാർഡ് അവിടെ വെച്ച് യൂറിൻ എടുത്ത്, ഫസ്റ്റ് യൂറിൻ എടുത്ത് ഡ്രോപ്പ് ഇട്ടിച്ച് നോക്കുമ്പോൾ കണ്ടത്, ഫസ്റ്റ് നമ്മള് പ്രഗ്നൻസി കൺഫേം ആണെന്ന് അറിയുന്ന ലൈനില്ലേ, 2 ലൈന് വരുമല്ലോ, ഒന്ന് ടിയും ഒന്ന് സിയും കാണുന്നു. അതിൽ കൺഫേം ആണെന്ന് അറിയുന്ന ലൈനില്ലേ, അതാ ഫസ്റ്റ് വന്ന് ടെസ്റ്റ് ചെയ്ത് യൂറിൻ ഇങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് കൺഫേം ആണെന്നുള്ള ലൈന് വന്നു. എന്നിട്ടാണ് സെക്കൻഡ് ലൈൻ വന്നത്. അയ്യോ, അപ്പത്തെ അവസ്ഥ എനിക്ക് കരച്ചിലാണ്. കുറെ സമയം ബാത്റൂമിൽ കാറിലും പിടിച്ച് ഞാൻ നിന്ന്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, പിന്നെ ഞാൻ നേരം ചെയ്ത് ടെൻഷനായി. കാർഡ് എടുത്തിട്ട് റൂമിൽ കൊണ്ടിപ്പോ ഫാനിന്റെ കാറ്റ് കെട്ടിട്ട് കാറില് ലൈനെങ്ങാനും മാഞ്ഞു പോയാലോ പേടിച്ചിട്ട് എന്നിട്ട് ഞാനെടുത്ത് റൂമിൽ പോയിട്ടില്ല. ഞാൻ വിളിച്ചോണ്ട് ഒരു കാര്യം ഇങ്ങനെ വന്നിട്ട് ഞാനിങ്ങനെ കാർഡ് കാണിച്ചു കൊടുത്തപ്പോ ഇങ്ങനെ ഫുള്ള് ഷോക്കായിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഷോക്കായി. എന്നിട്ട് ഞാനൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ശരിക്കും തന്നെയാണ്. എന്നിട്ട് ഞാൻ അല്ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെ നോക്കി. ഡാർക്ക് ലൈന് ഫസ്റ്റ് വന്നതാണെങ്കിൽ കൺഫേം ആയ ലൈനാണ് ഫസ്റ്റ് വരും ചെയ്ത്. ചില വീഡിയോസിലും കണ്ടിട്ട് ഇങ്ങനെ പോയിട്ട് ആദ്യം ആ ടീന്നുള്ള ലൈനിങ്ങാണെന്ന് വരും നോർമലി വരുന്നത്. പിന്നെ മെല്ലനെ കൺഫേം ആയിട്ടുള്ളത് വരും. പക്ഷെ നമുക്ക് വരുമ്പോൾ തന്നെ വന്നിട്ട് അതിന്റെ ഒരു വീഡിയോ ഉണ്ടെന്നു, അത് പറ്റുമെങ്കിലും ഇവിടെ കൊടുക്കാം. അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ വന്നത് തന്നെ ആ കൺഫേം ആയിട്ടുള്ള ലൈന്. അപ്പൊ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നല്ല ഡാർക്ക് ഉണ്ടെന്ന് പൊന്നൂസ നല്ല രീതിയിൽ നല്ല ഡാർക്കാണല്ലോ, അടിപൊളിയാണല്ലോ. അപ്പൊ ഇത് ഉറപ്പ്, വേറെ ഇനി ഒന്നും ചിന്തിക്കണ്ട, ആരോടും ഒന്നും പറയണ്ട, നേരെ പോന്നു ഹോസ്പിറ്റലിൽ പോന്നു, ഡോക്ടറെ കാണിക്കുന്നു, എന്താണെന്നുള്ളത് അവര് പറയും. എന്നിട്ട് മാത്രം നമുക്ക് ഉറപ്പിക്കാം. ഇനി എന്താ പറയേണ്ടത്, ഇനി വീട്ടുകാർ പറഞ്ഞു ഇനി ഇന്ന് കാണിക്കണ്ട, നാളെ കാണിച്ചാൽ മതി, മറ്റന്നാള് കാണിച്ചാൽ മതി, അങ്ങനത്തെ ഒരു പരിപാടിയും വേണ്ട. വാ പല്ലേക്ക്, വാ മാറ്റ, ഭക്ഷണം കഴിക്കാൻ, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ആരോടും ഒന്നും പറയാണ്ട് അമ്മമ്മയോട് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയാണ് ക്ഷീണായിട്ടുള്ളത്, കാണുന്നുണ്ട് ലൂസ് മോഷൻ ആയിട്ടുള്ളത്. വീട്ടിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ചിലപ്പം ഹോസ്പിറ്റലിൽ, അത് തലേന്നേ പറഞ്ഞതാ, ഇങ്ങനെ കഴിയുന്നില്ല. 2 വീട്ടിലും പറഞ്ഞു ലൂസ് മോഷൻ ഉണ്ട്, അപ്പൊ കാണിക്കാൻ പോണെന്നെല്ലാം പറഞ്ഞു. അപ്പൊ അടുത്താണ് ഞാനടുത്ത് നമ്മളിപ്പോ പറയുന്നില്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. കാരണം ഒന്നേ എല്ലാരും പറഞ്ഞ് നമ്മള് കാത്തു നിന്ന് നമ്മള് പെട്ടെന്ന് കാണിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഫസ്റ്റ് കാണിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മള് വേറെ പിന്നെ ഫുള്ള് നമ്മള്, പക്ഷെ അന്നത്തെ പോലെ നമ്മൾ വലിയ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. ഷട്ടപ്പെട്ടേന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്തുള്ള നമുക്ക് ഇരുന്നാവുന്ന, അപ്പൊ അവിടുന്ന് കുറച്ച് അടുത്ത് പറഞ്ഞാൽ AKG കൊയിലിയാ വരുന്നത്. അപ്പൊ AKGയിൽ തന്നെ കാണിക്കാന്ന് കരുതിയിട്ട് AKGയിലേക്ക് പോയി. AKGയിലെ ഷീബ ഡോക്ടറെയാണ് കാണിച്ചിട്ടുണ്ടായത്. അപ്പൊ കാർട്ടൻ എടുത്തിട്ട് നമ്മള് പോയിട്ട് കാണിക്കാം. അപ്പൊ അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പറയും, ഇവിടെ നമ്മൾ എപ്പോഴാണല്ലേ പ്രഗ്നന്റ് ആയിട്ട് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുക, തമാശക്ക് പറയും. അപ്പൊ അതേപോലെ നമ്മൾ രണ്ടാളും അടപ്പിരുന്ന് ഡോക്ടർ വിളിച്ച് ഡോക്ടർ കാർഡ് നോക്കി ഇങ്ങനെ ഫസ്റ്റ് ഫെയിൻ ലൈൻ ഉള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഡോക്ടർ കൺഫേം ആണ്, അഞ്ജലി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ
ശരിക്കും കാരണം മറ്റേത് ഞാൻ വിചാരിച്ചെല്ലാം നിന്നിട്ടായതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ഉണ്ടപ്പാ നമുക്ക് അങ്ങനെ ഇല്ല എന്നല്ല, പക്ഷെ ഇത് ഭയങ്കര ഒരു ഇതായിപ്പോയാണ്. കാരണം ഞാൻ പീരീഡ്സ് ആണെന്ന് ആവുന്നെല്ലാം കരുതി നിന്നിട്ടാണ് കാർഡിൽ ഇത് കണ്ടത്. അപ്പം എന്തോ വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇത് അതിൽ തന്നെ വിശ്വസിക്ക് നീ പ്രഗ്നന്റ് ആണ് എന്നല്ല. അപ്പം പിന്നെ ഇതെല്ലാം നോക്കിയപ്പോ ആദ്യത്തെ ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഡോക്ടറിന് 5 months നല്ലോണം സൂക്ഷിക്കണം, അങ്ങനെ അധികം ശരീരം നനക്കണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതൊക്കെ തന്നത് ഫോളിക് ആസിഡും പ്രൊജസ്ട്രോണിന്റെ ഒരു ടാബ്ലറ്റും തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കാണിച്ച് പിന്നെ നെക്സ്റ്റ് മന്തിലേക്ക് സ്കാനിങ്ങിന് പറഞ്ഞു. അപ്പൊ നെക്സ്റ്റ് മന്തിൽ സ്കാനിങ്ങിന് ടൈം ആകുമ്പോഴേക്ക് ഏട്ടന് എക്സാമിന് വേണ്ടിയിട്ട് UK പോകേണ്ടത്. അതുകൊണ്ട് ഒരു 1 week മുന്നേ തന്നു സ്കാനിങ്. പിന്നെ ഫുള്ള് സ്കാനിങ്ങിന്റെ ടെൻഷൻ. പിന്നെ ഏറ്റവും അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കല്ലേ പോയത്, എറണാകുളത്തേക്ക് തന്നെ പോയി ഭയങ്കര സൂക്ഷിച്ച് കുണ്ടും കുഴിയെല്ലാം നോക്കി അങ്ങനെ നമ്മള് വീട്ടിലേക്ക് തന്നെ പോയി. വീട്ടിലെത്തിയിട്ട് ഞാൻ മമ്മീന്റെ അടുത്ത് വരുമ്പോ മോൻ നിന്റെ ഏകദേശം ലക്ഷണം എല്ലാം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിനി പിന്നെ 2 വീട്ടിൽ വിളിച്ചു പറഞ്ഞു. എല്ലാരും ഹാപ്പി, എല്ലാവർക്കും നല്ല ടെൻഷനുമായി. ആദ്യത്തെ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നല്ല പേടിയും കാര്യങ്ങളും നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ ഇപ്പൊ അങ്ങനെ കഴിഞ്ഞുകൊണ്ട്. പിന്നെ 2 ദിവസം പെട്ടെന്ന് ഇനി അറിഞ്ഞപ്പാട് ട്രാവലൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ 2 ദിവസം പിന്നെ അവിടെ തന്നെ നിന്നു, ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന്. പിന്നെ അടുത്ത സ്കാനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായി. അതിന്റെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഓരോ തവണ ബാത്റൂം പോകുമ്പോഴും ഞാൻ ബാത്റൂം നോക്കും, ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ നമ്മളെ ബാത്റൂമിൽ 2-3 ദിവസം ഉപയോഗിക്കാണെന്നൊരു പൂപ്പലോ ഒരു സാധനം ഇളകി ഇരുന്നുണ്ടായി. ഞാനത് അതിലോ തൊലി പോലെ അപ്പൊ ആളും ടെൻഷനായി. എന്നിട്ട് എന്റെ അടുത്ത് പാവം ക്ലാസ്സിനെല്ലാം ഇറങ്ങി ഓടി വന്നു, വീഡിയോ കോളെല്ലാം കട്ടാക്കിയിട്ട് വീഡിയോ ക്ലാസ്സിന്റെ. എന്നിട്ട് അതല്ല അതിങ്ങനെ നമ്മള് കുറച്ചു ദിവസം ഇരുന്നാ പോയി ഇന്ന് ഉപയോഗിക്കാണ്ട് വെച്ചിട്ട് അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നെല്ലാം പറഞ്ഞു. പിന്നെ അങ്ങനെ പിറ്റേത്തെ മാസം ഡിസംബറിലാണ് ഞാന് അന്ന് പറഞ്ഞ സംഭവം ഒക്ടോബറിലാണ് നടന്നത്. പിന്നെ നവംബറും കഴിഞ്ഞ് ഡിസംബർ ആകുമ്പോഴേക്കാണ് പ്രഗ്നന്റ് ആയത്. പിന്നെ ജനുവരിയിലേക്ക് നമുക്ക് സ്കാനിങ് വന്നു. AKG തന്നെ പോയി സ്കാനിങ് ചെയ്ത് കുഞ്ഞാവേനൊക്കെ ഉണ്ട്. നമുക്ക് സ്കാനിങ്ങിന് പോയ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നല്ലോണം വെള്ളം കുടിക്കാൻ പറഞ്ഞു അടുത്ത്. അപ്പൊ ഞാന് ഇവിടുന്ന് വെള്ളം കുടിച്ച് പോയി എന്നല്ലാണ്ട് വെള്ളം കുടിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഞാൻ വാട്ടർ ബോട്ടിൽ എടുക്കാൻ മറന്നു, എന്റെ കാറിൽ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഒട്ടും എണീപ്പ് എടുത്തിട്ട് വരുന്നു വേണ്ട, ഞാൻ കുടിച്ചിട്ടുണ്ട്, ഒരു 1/2 ബോട്ടിലോളം ഞാൻ കുടിച്ചു, എണീപ്പ് എടുക്കാനൊന്നും പോകണ്ട കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഡോക്ടറെ അടുത്തേക്ക് സ്കാനിങ്ങിന് പോയപ്പോ എന്റെ അടുത്ത് ഒന്നാമത്തെ എനിക്ക് ടെൻഷനായിട്ടാ ഉള്ളത്. നമ്മൾ ഫാമിലി വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ആ സമയത്ത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് വാന്ന് പറഞ്ഞു. വെള്ളം കുടിച്ച് ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോ എന്റെ അടുത്ത് ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ, അയ്യോ പിന്നെയും തല കട്ടി കിട്ടിയ പോലെയായി. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് ഇല്ല പേടിക്കാനൊന്നുമില്ല, നീ വെള്ളം ശരിക്കും കുടിച്ചിട്ടില്ല, ഫുള്ളായിട്ടില്ല, അതുകൊണ്ടാണ് പോയിട്ട് ഇരുന്ന് വെള്ളം കുടിച്ചിട്ട് വാണ്. ഞാൻ പറഞ്ഞതും വിട്ടു ഇറങ്ങി ഓടി എക്സ്ട്രാ ഒരു ബോട്ടിലും കൂടി വാങ്ങിച്ച് ഇരുന്ന് വെള്ളം കുടിപ്പിച്ചിട്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് യൂറിൻ പോകണം എന്നുള്ള സിറ്റുവേഷൻ എത്തുമ്പോ മാത്രം ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഇപ്പൊ പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടു തന്നെ വാങ്ങിനെ കണ്ടു, ഓക്കെയാണ്, ബാക്കിയെല്ലാം ഡോക്ടർ പറയുന്ന പറഞ്ഞു. പിന്നെ നമ്മള് താഴെ പോയിട്ട് ഷീബ ബാങ്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടി ഇരിക്കുന്നു. ഏട്ടൻ റിപ്പോർട്ട് വാങ്ങിക്കാൻ, സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ പോയി കഴിഞ്ഞിട്ട് അവിടുന്ന് 3 രജിസ്റ്റർ വാങ്ങിയിട്ട് വരികയേ വേണ്ടു. ഒരു 20 മിനിറ്റോളം കഴിഞ്ഞിട്ട് ആളെ കാണുന്നില്ല. നമ്മൾ വിളിച്ചോണ്ടേ ഇരിക്കുന്നു, വിളിക്കുന്നതിനെ ഫോണ് കട്ടാക്കി വിടുന്നേ. അപ്പം പിന്നെ ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് ഒരാള് പേപ്പർ എന്തോ മറ്റേ എക്സാം ഹാളിൽ പഠിക്കാൻ പോകുന്ന പോലെ ബുക്കും പറിച്ച് വരുമ്പേ നമ്മള് വേഗം എന്റെ പേര് ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന. അല്ല ഞാൻ എന്റെ വാവിനെ നോക്കുന്നു, പക്ഷെ ഒന്നും കാണുന്നില്ല. ഫസ്റ്റ് മന്തിലെ ഞാൻ സ്കാനിങ്ങിന്റെ വീഡിയോ ചെയ്തിട്ടില്ല, ഏർലി പ്രഗ്നൻസി സ്കാനിങ്, ഏർലി സ്കാനിങ്, ഡേറ്റിംഗ് സ്കാനിങ് എന്തോ പറയാ. അപ്പൊ ഡോക്ടറെ അടുത്ത് വെച്ചപ്പോ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ടാണ് കുഴപ്പമൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ 5 മാസം നല്ലോണം സൂക്ഷിച്ചാൽ മതി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നമ്മള് ഹാപ്പി, ഭാവി ഹാപ്പി, എല്ലാരും ഹാപ്പി. അങ്ങനെ പിന്നെ എങ്ങനെയുണ്ടെന്ന് കണ്ടപ്പോ സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോ ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ല, ഒരു ചെറിയൊരു ഡോട്ട് മാത്രം. ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടപ്പോ, സിനിമയിലൊക്കെ കാണുമ്പോ അതിനകത്ത് ഉണ്ടാവല്ലോ കുഞ്ഞു നല്ല മറ്റേ ഷേപ്പ് ആയിട്ട് ഞാൻ അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ നോക്കുന്നു, എനിക്ക് മനസ്സിലായില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത്രേ ഉള്ളൂ. എന്നിട്ട് അതും വാങ്ങിച്ചു വന്നു, അത്ര തന്നെ. പക്ഷെ എന്നാ എന്റെ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് UK പോകേണ്ട ടൈമായി. അത് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞു, 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ പോകണം. അതിന്റെ എനിക്ക് സെന്റിമെന്റ് ആയിട്ടും എല്ലാം കൂടി എനിക്ക്
ഫുള്ള് സ്ട്രെസ് അപ്പോഴും ആയിരുന്നു. എനിക്ക് വൊമിറ്റിങ്ങും കാര്യമൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ ഭയങ്കര ക്ഷീണം, വെറുതെ ഇരുന്നാലും ക്ഷീണം. അങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല, കഴിക്കാനൊന്നും വേണ്ട. എന്തെങ്കിലും പച്ചക്കറിന്റെ സ്മെല്ല് കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ, ബുദ്ധിമുട്ടെല്ലാം. അപ്പൊ ഇവിടെ നിന്ന് അങ്ങനെ ഏട്ടൻ ജനുവരിയില് സെക്കൻഡ് വീക്ക് ആയപ്പോഴേക്ക് നേരെ UK പോയി. അപ്പൊ പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അമ്മയും അച്ഛനും ജോലിക്ക് വന്നതാ, അനിയത്തി കല്യാണം കഴിഞ്ഞ് ഓൾറെഡി പോയി, അപ്പൊ വേറെ ആരുമില്ല വീട്ടില്. അങ്ങനെ ഞാൻ നേരെ തൊട്ടടുത്ത നമ്മളെ വീട്. അപ്പൊ എന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. വീട്ടിലേക്ക് പോയി അച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോയി. അപ്പൊ അന്ന് വീട്ടിലെത്തിയപ്പോ തൊട്ടിട്ട് എന്റെ ഛർദി അങ്ങ് തുടങ്ങി. ഫുള്ള് ഛർദി. അപ്പോഴേക്കും എനിക്ക് 2-ാം മാസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേ തുടങ്ങി ഛർദി. എനിക്ക് 4 മാസം വരെ നിർത്താത്ത ഛർദിയായിരുന്നു. ഛർദി എന്നെല്ലാം പറഞ്ഞാൽ ഛർദിച്ചാൽ ഇങ്ങനെ കുഴഞ്ഞട വീഴും. അച്ഛനും അമ്മയിലും കൂടെ ഒരു ദിവസം ഒരു 8-9 അങ്ങനെ ഛർദിക്കാൻ തുടങ്ങി. ഫുഡൊന്നും വേണ്ട, ഫുഡ് എടുത്ത് വെച്ചിരിക്കും ഛർദിക്കും. പക്ഷെ അതിലൊരു രസമുണ്ട്, നമുക്ക് ഇതുവരെ പഞ്ചിട്ട് ഛർദിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഫുഡിന് ഫിക്ഷനായി ഛർദിക്കുന്നല്ല, ഞാൻ വീണ്ടുകൊണ്ട് ഛർദിക്കുന്നല്ലേ. അപ്പൊ അതാ ഒരു ഛർദിക്കും ഒരു സുഖം. പക്ഷെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര മിസ്സിങ് ആയിരുന്നു. എല്ലാരും ഹോസ്പിറ്റലിൽ കൂടെ പോകുമ്പോഴേ ഞാനിങ്ങനെ ഹസ്ബൻഡും വൈഫും ഇരുന്നെല്ലാം നോക്കിയിരിക്കും. ഞാൻ പോകുന്നത് 2 അമ്മമാരെ കൂടെയാ പോവാ. എന്റെ അമ്മയും ഉണ്ടാവും, ഇവിടുത്തെ അമ്മയും ഉണ്ടാവും. അങ്ങനെ ഇവരുടെ കൂടെയാ ഞാൻ പോവാ ഞാനൊക്കെ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹസ്ബൻഡും വൈഫെല്ലാം കൂടി വന്ന് ഇങ്ങനെ ഇരുന്ന് അവര് ഡോക്ടറെ കാണിച്ച് ചിലപ്പോ സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് കുഞ്ഞാവേനെല്ലാം നോക്കിയിട്ടെല്ലാം വരുന്നതെല്ലാം കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആലോചിക്കും. ഏട്ടനും ഉണ്ടാവും എന്റെ ബുദ്ധിമുട്ട്, അവിടെ ഹോസ്പിറ്റലിൽ വരാൻ പറ്റൂല അങ്ങനത്തെ. പിന്നെ ഇതന്നെ എനിക്ക് കഴിയാണ്ടാവുമ്പം ആക്ക് ഭയങ്കര ടെൻഷൻ, അയ്യോ ഞാനുണ്ടെങ്കിൽ കൂട്ടിയിട്ട് പോയിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഒരുമാതിരി വീട്ടില് ഫുള്ള് കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെ, ആകെ പോകുന്നത് വീട്ടിൽ നിന്ന് വണ്ടി കയറും, ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങും, ഹോസ്പിറ്റലിൽ നേരെ വീട്ടിലേക്ക് വരും. ഞാനങ്ങനെ എവിടെയും പോകണമെന്നും പറഞ്ഞില്ല, കാരണം ആദ്യത്തെ ഒരു ഇതെനിക്ക് ബുദ്ധിമുട്ട് പേടി ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഞാൻ അത്രയും കെയറിങ് ആയിട്ട് നടന്നത്. അപ്പൊ എവിടെയും പോയിട്ടില്ല, ഞാൻ ഒരുമാതിരി വീട്ടിൽ തന്നെയായി. വീട്, ബെഡ്, ഛർദി, വീട്, ഛർദി, ഇത് തന്നെ. പിന്നെ നമുക്ക് ഫോൺ വിളിക്കലും കുറഞ്ഞു, കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടുത്തെ ടൈം വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഏട്ടൻ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു 5 മണിയെല്ലാം ആകുമ്പോഴെത്തുക. അപ്പൊ ഇവിടെ ഒരു 10-11 മണിയല്ലോ. ആ സമയം നിനക്ക് ഉറക്കൊഴിഞ്ഞിരിക്കാൻ പറ്റില്ല. ഒന്നാമതേ ഞാൻ ഫുൾ ടയേർഡ് ആയിട്ടാ ഉള്ളത്, ഛർദിച്ചിട്ടല്ലോ. അപ്പൊ നമുക്ക് ഫോണൊന്നും നോക്കാൻ പറ്റില്ല, ഫോൺ ഉണ്ടാ ഛർദിക്കും. അങ്ങനത്തെ ഓരോരോ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ വേണ്ട എല്ലാ മാസങ്ങള് പോയി. 5-ാം മാസം തൊട്ടിട്ട് ഞാൻ ആൾ ഉഷാറായി. പിന്നെ എനിക്ക് അങ്ങനെ ഛർദി ഉണ്ടായിട്ടില്ല. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ എന്നല്ല, എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ മാത്രമേ ഛർദി വരും. അതായത് പച്ചക്കറിയെല്ലാം മുറിച്ചിട്ട സ്മെല്ല്, ഉള്ളിന്റെയും തക്കാളിന്റെയും പച്ച സ്മെല്ല്, ചോറ് വേകുന്ന സ്മെല്ല്. പിന്നെ മീൻ ഇഷ്ടമില്ലാത്ത ഞാനായിരുന്നു. മീൻ ഇഷ്ടമില്ലാത്ത എനിക്ക് ഫുള്ള് മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡിക്റ്റ് ആയി ഞാൻ. മത്തീന്റെ ഇതായി ഞാൻ. അപ്പൊ ഏട്ടന് അതേനു ഇഷ്ടം. അപ്പൊ അതുപോലെ തന്നെ ഞാനും അതിന്റെ ഇതായി. ഇങ്ങനെയൊക്കെ കുഞ്ഞു കാര്യങ്ങളെ എനിക്ക് ആ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ എന്റെ ഒരു 8th മന്തിലായപ്പം ഏട്ടൻ നാട്ടിലേക്ക് വന്ന്, അത് സർപ്രൈസ് ആയിട്ട് വന്നതാണ്. അപ്പൊ അന്ന് ഞാൻ കൂടെ ഇറങ്ങി ഇങ്ങോട്ടേക്ക് വന്ന്. കാരണം ഇതുവരെ ഇനിയിപ്പോ ആകെ അത്ര 1.5 മാസം ഞാനല്ലേ ഉള്ളൂ നമുക്ക് ഡെലിവറി കഴിയാൻ വേണ്ടിട്ട്. അപ്പൊ ഏതൊരു പെണ്ണ് ആഗ്രഹിക്കുന്നതും ആ സമയത്ത് നമ്മളെ ഹസ്ബൻഡ് കൂടി ഉണ്ടാവണം, ഹസ്ബൻഡ് അപ്പുറം നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ വന്നിട്ട് പുറത്തു പോകാനുള്ളൊരു ഓപ്ഷൻ എനിക്ക് പോയി. കാരണം 7 മാസം കഴിഞ്ഞാൽ പുറത്തു പോകാൻ പാടില്ല, ഇങ്ങനത്തെ ചിന്താഗതിയിലാണ്. പിന്നെ നമ്മളെ ഫസ്റ്റ് ഡെലിവറിയാണ്, ഫസ്റ്റ് പ്രഗ്നൻസിയാണ്, ഓരോ മോശം എക്സ്പീരിയൻസിൽ ഉണ്ടായതാണ് ഓൾറെഡി. അതുകൊണ്ട് പിന്നെ ഞാൻ അതേപോലെ തന്നെ, നമുക്ക് വാവേനെ കിട്ടില്ലല്ലോ, പുറത്തെല്ലാം എപ്പോഴായാലും പോവാലോ. അപ്പൊ ഞാൻ എന്തായാലും നമുക്കൊരു പ്രസൻസ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ അന്ന് തന്നെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് ഇങ്ങോട്ടേക്ക് വന്ന്. പിന്നെ അപ്പോഴെങ്കിലും അതിനുശേഷമെങ്കിലും കൂടി ഉണ്ടാവും വിചാരിച്ചതാ. പക്ഷെ ഒരു ഇന്റർവ്യൂ എക്സാമും കൂടി ഉണ്ടായിരുന്നു. അത് നാട്ടിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതായതുകൊണ്ട് പിന്നെ വീട്ടിൽ വന്നിട്ട് അതിന്റെ പഠിക്കലായി. നമ്മള് പിന്നെ ശശി ഞാനിങ്ങനെ TV കാണും കിടക്കും, TV കാണും കിടക്കും, നടക്കും, ഇതെല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ എൻ്റെ ഒരു 8th മന്ത് പകുതിയും ഒരു മുക്കാഭാഗവും അല്ലാതെ 9th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇന്റർവ്യൂ തന്നെയാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പ്രഗ്നൻസി എൻജോയ് ചെയ്യാന്ന് കരുതുമ്പോഴേക്കും എന്തൊക്കെയോ കോഴ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് അതിന് മുംബൈയിലേക്ക് പോയി. അങ്ങനെ ഏകദേശം 9 മന്ത് ഒരു ഭാഗമായി. അവസാനം ഡെലിവറിന്റെ ടൈം ആയി എന്ന് പറയാം. അങ്ങനെയായിട്ട് ലാസ്റ്റ് ആ സമയത്ത് ഒക്കെ ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്കിലും വൈഫിനെ കൂടെ സ്പെൻഡ് ചെയ്യണം ഒക്കെ വിചാരിച്ചു ഞാൻ ഉണ്ടായിരുന്നു.
പക്ഷെ ആ സമയത്തും എനിക്ക് ഇതിലെല്ലാം ബിസി ആയിരുന്നു. ഓരോ ഇന്റർവ്യൂ, പിന്നെ ഇവരെ ജോലി ഇവരെ പറയാൻ പറ്റൂല. നമുക്കൊന്നും അങ്ങനെ എന്താ ജോലിന്റെ ആവശ്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്നിട്ട് അപ്പോഴങ്ങനെ പറഞ്ഞു എന്റെ ഡെലിവറിന്റെ ഡേറ്റ് എത്തി. അതിന് മുന്നേ എന്റെ വളകാപ്പെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ ചെറുതായിട്ടുള്ള രീതിയിൽ. ഡേറ്റ് പറഞ്ഞ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓഗസ്റ്റ് ലാസ്റ്റ് തൊട്ടല്ലേ? അത് പറയാം. അപ്പൊ എന്റെ വളകാപ്പനം ചെയ്യുന്ന സമയത്ത് ഏട്ടൻ ചെന്നൈയിൽ കോഴ്സ് ചെയ്യുന്നായിരുന്നു ഉണ്ടായത്. ഓരോ സ്ഥലത്തും കോഴ്സ് തന്നെ ഇപ്പൊ ഈ പിള്ളേരെ പോലെ 10ാം ക്ലാസ് പഠിക്കുന്നതിനെ ഫുള്ള് പഠിത്തം തന്നെ. എന്നിട്ട് അതെല്ലാം ആ സമയത്തെല്ലാം നമ്മൾ ഭയങ്കര മിസ്സിങ് തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ നമ്മളെ ഡെലിവറിന്റെ സമയത്താനായി. അപ്പം ഞാന് ഇരുന്നാവിലേക്ക് അമ്മേന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ കുറെ കഴിഞ്ഞ് ഒരു 8-9 മാസം ആയല്ലോ അങ്ങോട്ടേക്ക് പോയി. അവിടെ പറഞ്ഞ പോലെ മാമനും അമ്മമ്മയും മാത്രം ഉള്ളതുകൊണ്ട് അമ്മമ്മ ഇങ്ങോട്ട് വരുത്തെല്ലാം കുറവാ. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി. നിൽക്കാൻ പോയ സമയത്ത് ആ ടൈമിൽ എന്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ PV ചെയ്യണമെന്ന്. PVന്റെ എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കണേ. അങ്ങനെ PV എല്ലാം ചെയ്തു. PV എല്ലാം ചെയ്തിട്ട് അതിൽ ഞാൻ ഡേറ്റ് പറഞ്ഞു പറഞ്ഞില്ല, എപ്പോഴാ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ഡോക്ടറിന്റെ അടുത്ത് PV ചെയ്തിട്ട് പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് വീക്ക് നിങ്ങൾ വന്നിട്ട് അഡ്മിറ്റ് ആവണം. അതായത് ഓഗസ്റ്റ് 7-ാം തീയതി നിങ്ങൾ വന്ന് അഡ്മിറ്റ് ആവണം. നമുക്ക് ഓഗസ്റ്റ് 8-ന് അല്ലെങ്കിൽ 7-ന് നമുക്ക് ഡെലിവറി നടത്താം. 7, 8, 9 ഈ 3 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഡെലിവറി ഉറപ്പായിട്ടുണ്ടാവും. അതിന് മുന്നേ വേദനയോ കാര്യമോ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വന്നു എന്ന് പറഞ്ഞു. എനിക്ക് ആക്ച്വലി 36 വീക്കോ അങ്ങനെ എപ്പോഴും ആയപ്പോഴും എന്റെ ഡെലിവറി നടത്തിയിട്ടുണ്ടായത്. 39 വീക്സ് ഒന്നും ആവാൻ തോന്നിച്ചില്ല. കാരണം എനിക്ക് ഫ്ലൂയിഡ് കൂടുതലായിരുന്നു, കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ ആ ഒരു കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് റിസ്ക് എടുക്കണ്ട എന്നുള്ള രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി നടത്താന്നുള്ളത് 35 വീക്ക് ലാസ്റ്റോ അല്ലെങ്കിൽ 36 വീക്കോ ഉള്ളപ്പോഴാണ് എനിക്ക് ഡെലിവറി പറഞ്ഞിട്ടുണ്ടായത്. അപ്പൊ ഡോക്ടർ പറയുകയും ചെയ്തു ഫ്ലൂയിഡ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ് പെട്ടെന്ന് നടത്തുന്നതെന്ന്. അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മള് ഡെലിവറിക്ക് പോകാൻ വേണ്ടിയിട്ട് ഓൾറെഡി ബാഗ് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതായ രീതിയിലൊന്നും പാക്ക് ചെയ്തിട്ടില്ല. ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം. എന്ന് വെച്ചാൽ പാക്കിംഗ് എനിക്കിപ്പോ ബാഗൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഞാൻ എന്തെല്ലാം കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ പറയാം. കാരണം അപ്പം നമ്മൾ ഓഗസ്റ്റ് 7-ന് അഡ്മിറ്റ് ആവാന്നുള്ള രീതിയിൽ തന്നെ നിന്നു. ഇതിന്റെ അടുത്ത പാർട്ട് കുറച്ചും കൂടി ഇനിയിപ്പം നമുക്ക് ഡെലിവറി സ്റ്റോറിയാണ്. പ്രഗ്നൻസി സ്റ്റോറി ഇതോടെ കഴിഞ്ഞു. ഇനിയിപ്പോ പറയാനുള്ളത് നമുക്ക് ഡെലിവറി സ്റ്റോറിയാണ്. അത് അടുത്ത പാർട്ടിൽ വീഡിയോ വരും. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് മിസ് ചെയ്യാതെ അടുത്ത വീഡിയോ കൂടി കാണുക. അതിൽ എന്റെ ഡെലിവറി എക്സ്പീരിയൻസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും പറയാനുള്ളൂ. ഇത്രയും തന്നെ കുറച്ചധികമായി. ഇതാണ് എന്റെ പ്രഗ്നൻസിയിൽ നടന്ന കുറച്ച് കാര്യങ്ങള്. ഇനി എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി സ്റ്റോറി പറയുന്നതിൽ ഇടയ്ക്ക് മുത്തിക്കേറ്റ് പറയാം കേട്ടാ. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. അടുത്ത പാർട്ട് കാണാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു.